നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസം 26-ന് രാത്രിയിൽ റിയാദിലെ ഹാരയിൽ സ്വന്തം ഫ്ളാറ്റിനുള്ളിൽ കത്തിക്കുത്തേറ്റു മരിച്ച ഒരു കുടുംബം ആന്ധ്രാപ്രദേശിലെ രാജമഹേന്ദ്രി സ്വദേശികളായ പ്രഭാകർ ഗാലി രവി 55 വയസ്സ്, ഭാര്യ ശ്രീദേവി 54 വയസ്സ്. ഇവരുടെ മൃതദേഹം ഇന്നലെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഏറെ ദുരൂഹമായിട്ടുള്ള മരണമായിരുന്നു ഇവർക്ക് സംഭവിച്ചത്. ഇവരുടെ മകനും അതേ ദിവസം തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. മകന്റെ മൃതദേഹം ഇന്ന് എത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പുലർച്ചെ 1-ന് റിയാദിൽ നിന്ന് പുറപ്പെടുന്ന ഫ്ലൈനാസ് വിമാനത്തിൽ ഹൈദരാബാദിൽ എത്തിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതേ ദിവസം തന്നെ ആത്മഹത്യ ചെയ്തെന്ന് കരുതുന്ന ഇവരുടെ കൗമാരക്കാരനായ ഏക മകൻ ഇസ്ര ആക്കുലസിന്റെ മൃതദേഹം ഇന്നാണ് നാട്ടിലെത്തുന്നത്. സൗദി തലസ്ഥാനമായ റിയാദിൽ ഒരു ഇന്ത്യൻ കുടുംബത്തിലെ 3 പേരാണ് ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചത്. ഇത് പ്രവാസി സമൂഹത്തിൽ വളരെ ആഴത്തിലുള്ള ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സന്തോഷകരമായി കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു ഇവരുടേത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവരുടെ മരണവാർത്ത അവിടെയുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടിലുള്ള ബന്ധുക്കളൊക്കെ തന്നെ അറിയുന്നത്. റിയാദിലെ ഹാരയിലുള്ള താമസ സ്ഥലത്ത് ആന്ധ്രാപ്രദേശ് സ്വദേശികളായ പ്രഭാകർ ഗാലി രവിയും ഭാര്യ ശ്രീദേവിയും മകനും താമസിച്ചു വരികയായിരുന്നു. ഇതിന് പിന്നാലെ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളുമില്ലാതെ പോകുന്ന കുടുംബത്തെ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴാണ് ഇത്തരത്തിൽ 2 മൃതദേഹങ്ങൾ അതിക്രൂരമായി കൊല്ലപ്പെട്ട നിലയിലും ഒരാൾ ആത്മഹത്യ ചെയ്തതെന്ന് സംശയിക്കുന്ന നിലയിലും കണ്ടെത്തുന്നത്. ഇത് പ്രാഥമികമായ ആത്മഹത്യയായി കണക്കാക്കപ്പെടുന്നു. ഈ ദാരുണ സംഭവത്തിൽ മരിച്ച ദമ്പതികളുടെ മൃതദേഹം അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി നാട്ടിലെത്തിയിട്ടുണ്ട്. മകന്റെ മൃതദേഹം മാത്രമാണ് ഇന്ന് എത്തുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് സൗദി പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ്. ആന്ധ്രാപ്രദേശിലെ രാജമഹേന്ദ്രി സ്വദേശികളായ പ്രഭാകർ ഗാലി രവിയുടെയും ശ്രീദേവിയുടെയും മൃതദേഹങ്ങളാണ് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയച്ചത്. അതിനുശേഷം അവിടെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് സാമൂഹിക പ്രവർത്തകരായ സിദ്ദിഖ് തൂർ, മുസമ്മിൽ ബിനു എന്നിവർ നേതൃത്വം നൽകിയിരുന്നു. മരിച്ച നിലയിൽ കണ്ടെത്തിയ ഏക മകൻ ഇസ്ര ആകുലസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി ഇന്ന് വിമാനത്തിൽ മാതൃരാജ്യത്തേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസം ഫെബ്രുവരി 26-നാണ് കുടുംബത്തിന്റെ താമസ സ്ഥലത്ത് ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറിയത്. പ്രഭാകർ ഗാലി രവിയെയും ഭാര്യ ശ്രീദേവിയും ശരീരത്തിൽ നിരവധി കുത്തേറ്റ നിലയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ ക്രൂരമായ കൊലപാതകത്തിന് പിന്നാലെയാണ് സമീപത്തെ മറ്റൊരു ഉയരം കൂടിയ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ഇസ്ര ആകുലസ് ആത്മഹത്യ ചെയ്തതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ മരണങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന പ്രാഥമിക നിഗമനമുണ്ടെങ്കിലും സംഭവങ്ങളുടെ യഥാർത്ഥ കാരണം, കൊലപാതകത്തിന്റെ പിന്നിലെ ഉദ്ദേശം, മകന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. സൗദി പോലീസ് സംഭവം നടന്ന ഉടൻ തന്നെ വിപുലമായ അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ മരണങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രമോ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ദീർഘകാലമായി റിയാദിൽ പ്രവാസികളായി കഴിഞ്ഞിരുന്ന പ്രഭാകർ ഗാലി രവിയുടെ കുടുംബം പ്രവാസി സമൂഹത്തിൽ അറിയപ്പെടുന്നവരായിരുന്നു. പ്രഭാകർ റിയാദിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീദേവി നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ സ്കൂളിലെ അധ്യാപികയായിരുന്നു. ഇതേ സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അവരുടെ ഏക മകൻ ഇസ്ര ആകുലസ്. ഹാരയിൽ താമസിച്ചിരുന്ന ഈ കുടുംബം തെലുങ്ക് പ്രവാസി കൂട്ടായ്മകളിലും ഇന്ത്യൻ കമ്മ്യൂണിറ്റി പരിപാടികളിലും സജീവ പങ്കാളികളായിരുന്നു. ഈ മാതൃകാപരമായ കുടുംബത്തിന്റെ ദാരുണ അന്ത്യം റിയാദിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് വലിയ ദുഃഖവും ആശങ്കയുമാണ് സമ്മാനിച്ചിരിക്കുന്നത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഇന്ത്യൻ എംബസിയും സൗദി അധികൃതരും സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഈ ദുരൂഹ മരണങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താനുള്ള സൗദി പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. പ്രവാസ ലോകത്ത് നടന്ന ഈ ദാരുണമായ സംഭവത്തിന്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറത്തു വരുമെന്നും കുറ്റകൃത്യത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഇന്ത്യൻ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇവരുടെ മകനെ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 2 മൃതദേഹങ്ങൾ വീടിനകത്ത് ഇത്തരത്തിൽ അതിക്രൂരമായി മുറിവേറ്റ നിലയിലാണ് കണ്ടതെങ്കിലും മകന്റെ മൃതദേഹം മറ്റൊരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ആത്മഹത്യ ചെയ്തതായി കരുതുന്ന നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്.
അങ്ങനെയെങ്കിൽ മകന് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ, അതോ മറ്റാരെങ്കിലും ഇത്തരത്തിൽ ഇവരെ അപായപ്പെടുത്താൻ നടത്തിയിട്ടുള്ള നീക്കമാണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പോ, കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ ശത്രുക്കളോ ഉണ്ടായിരുന്നോ എന്നുള്ളതടക്കം ഇനി വിശദമായി തന്നെ അന്വേഷിച്ച് വരേണ്ടതുണ്ട്. ഏക മകനായിരുന്നു മരിച്ചത്, കൗമാരക്കാരനാണ്. അതേ സ്കൂളിൽ അവർ സ്വന്തം അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ വിദ്യാർത്ഥിയായിരുന്നു ഈ മകനും. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അവിടെയുള്ള പല ആളുകൾക്കും കൃത്യമായിട്ട് പ്രവാസികൾക്കിടയിലും വളരെ മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിന് ഈ ദുരവസ്ഥ വന്നതിൻ്റെ ഞെട്ടലിലാണ് പ്രവാസി സമൂഹം. പലപ്പോഴും ഇത്തരത്തിൽ പ്രവാസികളെ നടുക്കിക്കൊണ്ട് അവിടെ പല കുടുംബങ്ങൾക്കിടയിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കുടുംബ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. അത് വലിയ രീതിയിൽ ഒരു ഞെട്ടലാണ് പ്രവാസി ലോകത്തിന് തന്നെ ഉണ്ടാക്കാറുള്ളത്. കാരണം സ്വന്തം വീടും നാടും എല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടെ ഉപജീവനത്തിനായി വന്ന് ജീവിക്കുന്നവരാണ് ഈ പ്രവാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവർക്കിടയിലുള്ള ഒരു കൂട്ടായ്മ എപ്പോഴും പല പരിപാടികളൊക്കെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആഘോഷിക്കാറുള്ളത്. എല്ലാ പരിപാടികളിലും ഇത്തരത്തിൽ അവിടെയുള്ള കുടുംബങ്ങളുടെ ഒരു പങ്കുചേരൽ എപ്പോഴും കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അവിടെയും ഒരു കുടുംബം പോലെയാണ്, അന്യനാട്ടിലും ഒരു കുടുംബം പോലെയാണ് ആ പ്രവാസി സമൂഹം എപ്പോഴും ജീവിക്കാറുള്ളത്. അവർ ഒരാളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ വേഗത്തിൽ തന്നെയാണ് മറ്റുള്ള ആളുകളൊക്കെ തന്നെ ഇടപെടാറുള്ളത്. ഇത്തരത്തിൽ നല്ല രീതിയിൽ ഒരു കുടുംബം നയിച്ചുകൊണ്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഗൃഹനാഥനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അതിക്രൂരമായി കൊല്ലപ്പെട്ട നിലയിലും മകനെ തൊട്ടപ്പുറത്തുള്ള വളരെ ഉയരമുള്ളൊരു കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തുന്നത്. തീർച്ചയായിട്ടും സൗദി പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം അവിടെ പുരോഗമിക്കുന്നത്. എത്രയും വേഗം തന്നെ പ്രതികളെ കണ്ടെത്താനുള്ള നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ കഴിഞ്ഞ് മൃതദേഹം നാട്ടിലെത്തുന്നത്. ഇന്നലെ ഈ പറയുന്ന ഗൃഹനാഥന്റെയും അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മൃതദേഹം എത്തിയിട്ടുണ്ട്. മകന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞ് ഇന്നാണ് നാട്ടിലെത്തുന്നത്.